മലപ്പുറത്തെ CI2 നേതാവായിരുന്ന ശംഷു പുന്നക്കലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച NDF പ്രവർത്തകരുടെ ശിക്ഷാ ഇളവാണ് സുപ്രീം കോടതി ഇന്ന് റദ്ദാക്കിയത്. ഈ കേസിലെ 4 NDF പ്രവർത്തകരുടെ ശിക്ഷാ ഇളവ് കോടതി റദ്ദാക്കിയും അവരെ ജയിലിലേക്ക് അയക്കുവാനുമാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടത്. ജസ്റ്റിസുമാരെ JK മഹേശ്വരിയും അരവിന്ദ് കുമാറും അടങ്ങുന്ന ബെഞ്ചിൻ്റേതാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 2001 ജനുവരി 16 മലപ്പുറത്തെ മഞ്ചേരി ടൗണിൽ പാണ്ടിക്കാട് റോഡിലെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ വെച്ച് ഈ ശംഷു പുന്നക്കലിനെ NDF പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ഈ കേസിലെ 5 പ്രതികളിൽ 4 പേർക്കാണ് മഞ്ചേരിയിലെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. ഇതിൽ 3 പ്രതികൾക്ക് 6 വർഷത്തെ തടവ് ശിക്ഷയും 1 പ്രതിക്ക് 5 വർഷത്തെ തടവ് ശിക്ഷയുമായിരുന്നു മഞ്ചേരി കോടതി വിധിച്ചിരുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ഈ ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കേരള ഹൈക്കോടതി ഈ ശിക്ഷയിൽ ഇളവ് നൽകുകയാണ് ചെയ്തിരുന്നത്. കാരണം ഈ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വെട്ടട എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും അതിന് വധശ്രമമായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് ഈ പ്രതികളുടെ ശിക്ഷ 1 മാസമായി, അതായത് ഈ 4 പ്രതികളുടെ ശിക്ഷ 1 മാസമായി വെട്ടിക്കുറയ്ക്കാനുണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് സീനിയർ അഭിഭാഷകൻ R ബസന്തും സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കറുമാണ് കോടതിയിൽ ഹാജരായത്. ഗുരുതരമായ വെട്ടുകളാണ് ഈ ശംഷുവിന് നേരെ ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷയാണ് നൽകേണ്ടതെന്നും ഇരുവരും വാദിക്കുകയും ചെയ്തു. കോടതിയും അതിനോട് വാക്കാൽ യോജിക്കുകയാണ് ചെയ്തത്. പരമാവധി ശിക്ഷയാണ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ വിചാരണ കോടതി അവർക്ക് വിധിച്ച ശിക്ഷ തങ്ങൾ പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി NDFകാരായ പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത് സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയലും അതുപോലെ തന്നെ അഭിഭാഷകൻ MR രമേശ് ബാബുവുമാണ്. അതുപോലെ ഈ കേസിൽ ശംഷു പുന്നക്കലിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ PV ദിനേശ് ഹാജരാകുകയും ചെയ്തു. ഏതായാലും ഈ പ്രതികളൊക്കെ തന്നെ ഈ 1 മാസത്തെ ശിക്ഷ എന്ന ഹൈക്കോടതി വിധിക്ക് ശേഷം ജയിൽ മോചിതരായിരുന്നു. പക്ഷേ ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി ഇവർക്കെല്ലാം തന്നെ വീണ്ടും ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.